H1B വിസ 1990-ലാണ് തുടങ്ങിയത്. ഇത് ഇമിഗ്രേഷൻ ആക്ടിന്റെ ഭാഗമായിരുന്നു. പല വർഷങ്ങളായി ഇത് പ്രൊഫഷണലുകൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള ഒരു സുവർണ ടിക്കറ്റ് പോലെയായിരുന്നു. അമേരിക്കയിൽ പോയി അമേരിക്കൻ സ്വപ്നം കാണാനും അവിടെ സ്ഥിരതാമസമാക്കാനും ഇത് സഹായിച്ചു. ഈ വിസ പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അമേരിക്കയിൽ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ ഇതൊരു പ്രധാന മാർഗമായി കണക്കാക്കപ്പെട്ടു. 1998 മുതൽ 2000 വരെ .com ബൂമിന്റെ സമയത്ത് H1B വിസയ്ക്ക് വലിയ പ്രചാരമുണ്ടായിരുന്നു. ഈ വിസയുടെ വാർഷിക പരിധി 1,95,000 ഉയർത്തി. ഇത് ടെക് കമ്പനികൾക്ക് വലിയ സഹായമായിരുന്നു. അതുകൊണ്ട് ഇതിനെ ടെക് കമ്പനികളുടെ സ്വപ്നം എന്ന് വിളിച്ചു. ഗൂഗിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ് പോലുള്ള വലിയ കമ്പനികൾ ധാരാളം വിദേശ പ്രതിഭകളെ ജോലിക്കെടുത്തു. ഈ കുടിയേറ്റക്കാർ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് കോടിക്കണക്കിന് ഡോളർ സംഭാവന നൽകി. ചില H1B തൊഴിലാളികൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി. അവർ സ്വന്തമായി കമ്പനികൾ തുടങ്ങി. അമേരിക്കൻ പൗരന്മാർക്ക് ജോലികൾ നൽകുകയും ചെയ്തു. ഇത് അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകി. H1B വിസയുടെ ഏറ്റവും നല്ല കാലം 2015 മുതൽ 2017 വരെയായിരുന്നു. ഇതിനെ സുവർണ കാലഘട്ടം എന്ന് വിളിച്ചു. ഈ സമയത്ത് ഓരോ വർഷവും 2 ലക്ഷത്തിൽ അധികം അപേക്ഷകൾ വന്നു. എന്നാൽ 85,000 വിസകൾ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. ഇത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഒരു സാധാരണ വഴിയായി മാറി. പഠനം പൂർത്തിയാക്കുക, OPT ചെയ്യുക, H1B ലോട്ടറിയിൽ അപേക്ഷിക്കുക, എന്നിട്ട് തൊഴിലുടമ വഴി ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുക, അങ്ങനെ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കുക എന്നതായിരുന്നു രീതി. ഈ വഴിയിലൂടെ നിരവധി വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ തുടരാൻ കഴിഞ്ഞു. ഈ നല്ല കാലഘട്ടത്തിൽ വലിയ ടെക് കമ്പനികൾ മാത്രമല്ല, ഇൻഫോസിസ്, TCS പോലുള്ള കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളും H1B സിസ്റ്റം ഉപയോഗിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. ഔട്ട്സോഴ്സിംഗ്, സ്റ്റാഫിംഗ് നിയമങ്ങളിലെ പഴുതുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. വിസ സിസ്റ്റം ദുരുപയോഗം ചെയ്തു. ചിലപ്പോൾ മൂന്നാം കക്ഷി പ്ലേസ്മെന്റ് കമ്പനികൾ വഴിയും ഇത് നടന്നു. ഇത് വിസയുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു. പല കമ്പനികളും കുറഞ്ഞ ചെലവിൽ തൊഴിലാളികളെ ലഭിക്കാൻ ഈ വിസ ദുരുപയോഗം ചെയ്തു. H1B വിസയുടെ തകർച്ച 2017 തുടങ്ങി. ഇത് ട്രംപ് ഭരണകൂടത്തിന്റെ ആദ്യ കാലഘട്ടമായിരുന്നു. സർക്കാർ H1B വിസയുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. USCIS നിയമങ്ങൾ വീണ്ടും വ്യാഖ്യാനിച്ചു. ഇത് വിസ നിരസിക്കലുകൾ വർദ്ധിപ്പിച്ചു. RFE, അതായത് റിക്വസ്റ്റ് ഫോർ എവിഡൻസ് റെക്കോർഡ് തലത്തിലെത്തി. ചിലപ്പോൾ വ്യക്തമായ കാരണങ്ങളില്ലാതെയും RFEകൾ വന്നു. H4EAD നിർത്താനും ഭരണകൂടം ശ്രമിച്ചു. H4EAD എന്നാൽ H1B തൊഴിലാളികളുടെ പങ്കാളികൾക്ക് ജോലി ചെയ്യാൻ അനുവാദം നൽകുന്നതാണ്. ഈ മാറ്റങ്ങൾ വിസ അപേക്ഷകരെ വലിയ രീതിയിൽ ബാധിച്ചു. H1B അപേക്ഷകരിൽ 73% ഇന്ത്യക്കാരായിരുന്നു. അതുകൊണ്ട് ഈ മാറ്റങ്ങൾ അവരെ കാര്യമായി ബാധിച്ചു. പലർക്കും ഈ സിസ്റ്റത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അമേരിക്കയിൽ തുടരാനുള്ള അവരുടെ പ്രതീക്ഷകൾക്ക് ഇത് മങ്ങലേൽപ്പിച്ചു. പുതിയ നിയമങ്ങളും കർശനമായ പരിശോധനകളും കാരണം പലർക്കും വിസ ലഭിക്കാതെയായി. ഇത് ഇന്ത്യക്കാർക്കിടയിൽ വലിയ ആശങ്കകൾ ഉണ്ടാക്കി. അമേരിക്കൻ ഗ്രീൻ കാർഡ് ലഭിക്കാനുള്ള നടപടികൾ വളരെ ബുദ്ധിമുട്ടായി മാറി. ഇന്ത്യൻ അപേക്ഷകർക്ക് EB2, EB3 വിസകൾക്കുള്ള കാത്തിരിപ്പ് സമയം 12 മുതൽ 13 വർഷം വരെയായി. നിലവിലെ പ്രോസസ്സിംഗ് വേഗത അനുസരിച്ച് ഇത് 30 മുതൽ 40 വർഷം വരെയാകാൻ സാധ്യതയുണ്ട്. ഇത് വളരെ വലിയ ഒരു കാത്തിരിപ്പ് കാലമാണ്. H1B വിസ ഫലത്തിൽ ഒരു താൽക്കാലിക കെണിയായി മാറി. കാരണം ആളുകൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാം, പക്ഷേ സ്ഥിരതാമസമാക്കാൻ വളരെ ബുദ്ധിമുട്ടായി. തൊഴിലുടമകൾക്ക് ഒരു കാര്യം അറിയാമായിരുന്നു. അവർ ഒരു H1B ജീവനക്കാരന് ഗ്രീൻ കാർഡ് സ്പോൺസർ ചെയ്തില്ലെങ്കിൽ ആ വ്യക്തിക്ക് മറ്റെവിടെയും പോകാൻ കഴിയില്ല. ഇത് H1B ജീവനക്കാർക്ക് കൂടുതൽ ജോലി ചെയ്യാനുള്ള സമ്മർദ്ദമുണ്ടാക്കി. അവർ കഠിനാധ്വാനം ചെയ്യുന്നവരായിരുന്നു. എന്നാൽ അവർക്ക് ഏറ്റവും കുറഞ്ഞ ശമ്പളമാണ് ലഭിച്ചത്. അമേരിക്കൻ തൊഴിലാളികളെക്കാൾ കുറഞ്ഞ ശമ്പളം പോലും അവർക്ക് കിട്ടി. ജോലി നഷ്ടപ്പെട്ടാൽ അവർക്ക് പുതിയ ജോലി കണ്ടെത്താൻ 60 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ രാജ്യം വിട്ടു പോകേണ്ടി വരും. ഈ സാഹചര്യം H1B തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ തൊഴിലുടമകളെ പ്രേരിപ്പിച്ചു. ഇതിന്റെ ഫലമായി ആളുകൾ മറ്റു വഴികൾ തേടാൻ തുടങ്ങി. ഇത് ട്രംപിന്റെ ആദ്യ ഭരണകാലത്തായിരുന്നു. അവർ കാനഡ, ഓസ്ട്രേലിയ, UK എന്നിവിടങ്ങളിലേക്ക് നോക്കി. H1B വിസയിലെ ഈ അസ്ഥിരതയിൽ നിന്ന് ഈ രാജ്യങ്ങൾ പ്രയോജനം നേടാൻ ശ്രമിച്ചു. ഈ രാജ്യങ്ങൾ കഴിവുള്ള തൊഴിലാളികളെ ആകർഷിക്കാൻ പുതിയ വിസ പദ്ധതികൾ കൊണ്ടുവന്നു. ഇത് അമേരിക്കയിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ അവസരം നൽകി. ബൈഡൻ ഭരണകാലത്ത് H1B സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിച്ചു. എന്നാൽ ട്രംപ് ഭരണകൂടം വീണ്ടും വരുന്നതോടെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ നിയമങ്ങളും പരിഷ്കാരങ്ങളും H1B വിസയെ വീണ്ടും സങ്കീർണമാക്കുകയാണ്. ഇത് വിസ അപേക്ഷകരുടെ ഭാവിയിൽ വീണ്ടും അനിശ്ചിതത്വം ഉണ്ടാക്കുന്നു. പുതിയ പരിഷ്കാരങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒന്നാമതായി, ഡിജിറ്റൽ ലോട്ടറിയിൽ കർശന നടപടികൾ വന്നു. USCIS ഡിജിറ്റൽ ലോട്ടറി സിസ്റ്റത്തിലേക്ക് മാറി. ഒരാൾ പല തൊഴിലുടമകൾ വഴി ഒന്നിലധികം H1B അപേക്ഷകൾ സമർപ്പിക്കുന്ന ദുരുപയോഗം തടഞ്ഞു. ഇത് വിസ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ ചിലർ ഉപയോഗിച്ചിരുന്ന ഒരു തെറ്റായ മാർഗമായിരുന്നു. പുതിയ നിയമം ഈ ദുരുപയോഗം ഇല്ലാതാക്കി. രണ്ടാമതായി, ഫീസ് വർദ്ധിപ്പിക്കാൻ നിർദ്ദേശമുണ്ട്. അടുത്ത വർഷം ഒരു H1B തൊഴിലാളിയെ സ്പോൺസർ ചെയ്യാൻ
തൊഴിലുടമകൾ $1,00,000 ഫീസ് നൽകേണ്ടി വന്നേക്കാം എന്ന് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചു. ഈ വലിയ ഫീസ് വർധനവ് കമ്പനികൾക്ക് H-1B തൊഴിലാളികൾ നിയമിക്കുന്നതിൽ നിന്ന് കൂടുതൽ ചെലവേറിയതാക്കും. ഇത് വിസാപേക്ഷകരുടെ എണ്ണത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമതായി ശമ്പളത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സിസ്റ്റം വരുന്നു. വൈറ്റ് ഹൗസ് വേതനം അടിസ്ഥാനമാക്കിയുള്ള പദ്ധതി അംഗീകരിച്ചിരിക്കുകയാണ്. ഇത് H-1B വിസയെ ഒരു മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റത്തിലേക്ക് മാറ്റും. ട്രംപ് ഭരണകൂടം ഇതിനെ പ്രധാനമായും വേതന നിലവാരം അനുസരിച്ചാണ് നിർവചിക്കുന്നത്. ഈ നിർദ്ദേശം അനുസരിച്ച് ലെവൽ 4, അതായത് ഉയർന്ന ശമ്പളമുള്ള ഒരാൾക്ക് ലോട്ടറിയിൽ ലെവൽ 1, കുറഞ്ഞ ശമ്പളമുള്ള ഒരാളേക്കാൾ 4 മടങ്ങ് കൂടുതൽ സാധ്യതയുണ്ടാകും. ഇത് ഉയർന്ന ശമ്പളമുള്ളവരെ മാത്രം തിരഞ്ഞെടുക്കാൻ സഹായിക്കും. ഈ മാറ്റം വിദ്യാർത്ഥികൾക്ക് ഒരു ദോഷമാണ്. കാരണം അവർ സാധാരണയായി ഉയർന്ന ശമ്പളത്തിൽ ജോലി തുടങ്ങാറില്ല. F1 സ്റ്റുഡന്റ് വിസയിൽ നിന്ന് H-1B വിസയിലേക്കുള്ള വഴി ഇത് കൂടുതൽ കഠിനമാക്കുന്നുണ്ട്. പുതിയ ബിരുദധാരികൾക്ക് അമേരിക്കയിൽ ജോലി കണ്ടെത്താനും സ്ഥിരതാമസമാക്കാനും ഇത് വലിയ വെല്ലുവിളിയാകും. അവർക്ക് ഉയർന്ന ശമ്പളം ലഭിക്കാൻ സാധ്യത കുറവായതുകൊണ്ട് ലോട്ടറിയിൽ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയും കുറയും. H-1B സിസ്റ്റം ദുരുപയോഗം കാരണം അടിസ്ഥാനപരമായി തകർന്നുപോയി. അതുകൊണ്ട് ആളുകൾ ഇപ്പോൾ O-1 വിസയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. O-1 വിസ അസാധാരണമായ കഴിവുകളുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. വിപണിയിൽ ലഭ്യമല്ലാത്ത കഴിവുകളുള്ള പ്രതിഭാശാലികളായ വ്യക്തികൾക്ക് ഇത് ലഭിക്കും. ശാസ്ത്രം, കല, വിദ്യാഭ്യാസം, ബിസിനസ്, കായികം തുടങ്ങിയ മേഖലകളിൽ മികച്ച കഴിവുകൾ ഉള്ളവർക്ക് ഈ വിസ ലഭിക്കും. O-1B വിസ ആകർഷകമാണ് കാരണം ഇത് EB-1 ഗ്രീൻ കാർഡിലേക്ക് നയിക്കും. EB-1 വഴി ഇന്ത്യൻ പൗരന്മാർക്ക് 2 മുതൽ 3 വർഷത്തിനുള്ളിൽ ഗ്രീൻ കാർഡ് ലഭിക്കും. മറ്റുള്ളവർക്ക് ചിലപ്പോൾ 1 വർഷത്തിൽ താഴെയും ലഭിക്കും. ഇത് H-1B വഴിയേക്കാൾ വളരെ വേഗമാണ്. അതുകൊണ്ട് അസാധാരണമായ കഴിവുള്ളവർക്ക് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാൻ O-1 വിസ ഒരു നല്ല ബദലായി മാറുകയാണ്. സിംഗപ്പൂർ, ചൈന, UAE പോലുള്ള മറ്റ് രാജ്യങ്ങളും സ്വന്തം വഴികളിലൂടെ മുന്നോട്ട് വരുന്നുണ്ട്. ഈ വിസകൾക്ക് ഇപ്പോൾ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങൾ കഴിവുള്ള തൊഴിലാളികളെയും നിക്ഷേപകരെയും ആകർഷിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് അമേരിക്കയെ മാത്രം ആശ്രയിക്കാതെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ ആളുകൾക്ക് അവസരം നൽകുന്നുണ്ട്. H-1B വിസ ഇപ്പോഴും സജീവമാണ്. ഇതൊരു നല്ല വഴി തന്നെയാണ്. എന്നാൽ ഇത് മുമ്പത്തേക്കാൾ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. 2015 ഏറ്റവും പ്രചാരത്തിലുണ്ടായിരുന്ന സമയത്ത് H-1B വിസ പോലെയല്ല ഇതിപ്പോൾ. പുതിയ നിയമങ്ങളും നിയന്ത്രണങ്ങളും കാരണം ഈ വിസയുടെ സ്വഭാവം തന്നെ മാറിയിരിക്കുകയാണ്. ഭാവിയിൽ ഇത് എങ്ങനെയായിരിക്കുമെന്ന് കണ്ടറിയണം.